തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫിൻ കൂടി ചേരുന്നു. സ്റ്റെഫിൻ ഇപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത നാശനഷ്ടം രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും. ഇപ്പോൾ എന്താണ് അവസ്ഥ? അഭിലാഷ്, ഇപ്പോൾ ഏതായാലും മഴ തൂർന്നു നിൽക്കുകയാണ് എങ്കിൽ പോലും പലയിടത്തും അപകട ഭീഷണി ഇങ്ങനെ നിലനിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാറനെല്ലൂർ മലവിള ഭാഗത്താണ്. മലവിളയിൽ നിന്നും കണ്ടല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത്. അതിൻ്റെ ഏതാണ്ട് 25 മീറ്റർ വരുന്ന ഭാഗം ഇടിഞ്ഞ് താണ നിലയിലാണ്. നേരത്തെ റോഡ് താഴെ നിന്നും, അതായത് താഴെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. അവിടെ നിന്നും പാറ ഉപയോഗിച്ച് കെട്ടി ഉയർത്തിയതാണ്. ഏതാണ്ട് ഒരു 50 അടി താഴ്ച താഴേക്ക് ഉണ്ട്. അത് ഇങ്ങനെ കെട്ടി ഉയർത്തിയതാണ്. അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താണിരിക്കുന്നു. വൈദ്യുത പോസ്റ്റെല്ലാം ആ കുഴിയിൽ വീണ് കിടക്കുന്ന നമുക്ക് കാണാം. ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയിൽ ആ റോഡിലേക്ക്, ഈ കാണുന്ന സ്ഥലത്തേക്ക് വെള്ളം ഒലിച്ചിറങ്ങിയതാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണമായത്. മറ്റ് ആളപായമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ റോഡ് ഇങ്ങനെ ഒന്ന് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട്. ഇതിന്റെ തൊട്ടിപ്പുറത്തുകൂടി ഈ കടന്നു പോകുന്ന ഒരു റോഡ് സമാന്തരമായി ഉണ്ട്. ഇതും ആ കണ്ടല ഭാഗത്തേക്ക് ആണ് പോകുന്നത്. ഇപ്പോൾ ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തി അതിന്റെ പരിശോധനകളൊക്കെ നടത്തി വരികയാണ്. അവര് നാട്ടുകാരുമൊക്കെയായി സംസാരിക്കുന്നുണ്ട്. ഒരു ആശങ്ക നിലനിൽക്കുന്നു. ഇനി ഏതായാലും അതുവഴി ഗതാഗതം സാധ്യമല്ല. അദ്ദേഹമൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തും അകത്തേക്ക് ഇടിഞ്ഞ് നിൽക്കുന്ന സ്ഥിതിയിലാണ് യഥാർത്ഥത്തിലുള്ളത്. നാട്ടുകാരിങ്ങനെ അങ്ങോട്ട് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ അവിടെ ചില തടസ്സം കല്ലുകളൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടുകാരനെ കൂടിയായ ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാ മനസ്സിലാക്കുന്നത്? ഇത് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത്. മഴയത്താണ്. ഈ പാലം ഇവിടെ പുതുതായിട്ട് കെട്ടിയതിന് ശേഷം ഈ 3 സൈഡിലെയും വെള്ളം ആ റോഡ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അപ്പുറ സൈഡിലൊരു ഓട ഉണ്ടായിരുന്നെങ്കിൽ ആ വെള്ളം അങ്ങ് നേരെ അങ്ങ് ചാനൽ തന്നെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് തന്നെ ഈ കെട്ടിലോട്ട് മറിഞ്ഞ് ആദ്യം അവിടെ ഇടിഞ്ഞു, രണ്ടാമത് ഇവിടെ ഇടിഞ്ഞു. അപ്പോൾ ഈ റോഡിൻ്റെ സ്ഥിതി തന്നെ അത് അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ വന്നോ? ഇപ്പോൾ എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം വന്ന് നോക്കി എല്ലാ നടപടികൾ നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നീ എന്തായാലും ആ വഴി വാഹനം ഒന്നും ഓടിച്ചു പോകാനൊന്നും ഇല്ല, അതുവഴി പോകാൻ നോക്കില്ല. ഇതിന് എങ്ങനെ ഒന്ന് കെട്ടി റെഡിയാക്കിയാൽ പൂർണ്ണമായും ഒന്ന് സഞ്ചാരയോഗ്യമാകും? ഇത് അന്ന് ഇടിഞ്ഞപ്പോഴത്തേക്ക് 6-8 മാസം എടുത്തു അത് അതിന്റെ നടപടിയൊക്കെ പൂർത്തിയായി കെട്ടിയെടുത്ത് വരാൻ. അപ്പോൾ ഇത് അതിവേഗം ചെയ്തില്ലെങ്കിൽ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്ന വഴി സ്ഥലം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇനി ആ ഭാഗത്തുള്ളവർക്ക് ഇപ്പുറത്തോട്ട് വരാൻ പിന്നെ കറങ്ങണം, അതുവഴി കറങ്ങി വരണം, അരുമാളൂർ വഴി വരണം. ഇതിപ്പം ഈ റോഡിന്റെ സ്ഥിതിയും ഇതുപോലെ ഇടിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ഈ സൈഡിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. അതിന് ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല കെട്ടി വരാൻ വേണ്ടി. അതല്ലാതെ ഉടനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇടിഞ്ഞിടിഞ്ഞ് പോകില്ല. അഭിലാഷ്, നാട്ടുകാർ പറയുന്നതനുസരിച്ച് ചില അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്. ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡിന്റെ കുറച്ച് അപ്പുറം മാറിയും ചില ഭാഗത്തൊക്കെ ഇടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയില്ലെങ്കിൽ വലിയ അപകടമാണ് ഇനി വരാൻ ഇരിക്കുന്നത്. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയാണ്. ഈ 3 മണിക്കൂർ കൂടി റെഡ് അലർട്ട് കേരളത്തിലെ 8 ജില്ലകളിൽ തുടരുകയാണ്. അതേസമയം തന്നെ തുടർന്നങ്ങോട്ട് കാര്യമായ മഴയ്ക്ക്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുമില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ പെയ്ത അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തെമ്പാടും ഇത്രയും വലിയ കെടുതി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേറ്റവും വലിയ ദുരന്തമുണ്ടായത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ ഉരുൾപൊട്ടലിൽ 2 മരണം, അമ്മയും മകനും മരിച്ചിട്ടുണ്ട്. 4 ഇടത്താണ് കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടിയത്. ഇടുക്കി ജില്ലയിലും ഉരുൾപൊട്ടൽ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലെ നഗരങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിൽ വലിയ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. പമ്പ കരകവിഞ്ഞതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. 2018 സമാനമായ വിധത്തിൽ പത്തനംതിട്ടയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. മറ്റ് ഇടങ്ങളിലും വടക്കൻ ജില്ലകളിലടക്കം വെള്ളക്കെട്ടും മഴയും ദുരിതവുമാണ്.